ആശകൾ 1000. വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകളേറെ. പോസ്റ്ററാണ്. ഇവർ തമ്മിലായിരിക്കാം പ്രതീക്ഷ. തിയേറ്ററിലെങ്ങും അനക്കമൊന്നുമില്ല. എത്രാം തിരിച്ചുവരവ് എന്ന് എണ്ണമില്ല. സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു ഉത്തരവാദിത്വമില്ലാത്ത മകനും അവനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അച്ഛനും. ഇതാണ് ത്രെഡ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നെപ്പോ കിഡ്സ് അടക്കി വാഴുന്ന മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ആക്ടിംഗ് മാത്രം കൈമുതലായുള്ള അച്ഛനും മകനും എത്താൻ നോക്കുന്നു. അങ്ങനെയുള്ള ഈ സിനിമയുടെ കാസ്റ്റാണ് രസം. നായകൻ മലയാളം പോലും ശരിക്ക് പഠിക്കാത്ത അമൂൽ ബേബി കാളിദാസ്, നായിക കൃഷ്ണകുമാറിൻ്റെ മകൾ, പ്രൊഡ്യൂസർ ഗോപാൽജി, പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ വരെയുണ്ട്. ഇവരെയൊക്കെ വെച്ചാണ് മലയാളം സിനിമയെ നെപ്പോട്ടിസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്ന സിനിമ എടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? 34 വയസ്സുള്ള കാളിദാസ് ഇപ്പോഴും മാനരസങ്ങളിൽ കൊച്ചുകുട്ടിയാണ്. മലയാളം ഒട്ടും തന്നെ ക്ലിയർ അല്ല. പിന്നെ ജയറാമേട്ടൻ പഴയ ജയറാമിനെ എവിടെയൊക്കെയോ കാണാൻ സാധിച്ചു. എന്നിരുന്നാലും അനുകരണ കല കൂടി ആരെയൊക്കെയോ അല്ലെങ്കിൽ തന്നെത്താനെ അനുകരിക്കുന്ന പോലെയും തോന്നി. ആശാശരത്തിൻ്റെ റോള് അവർ ചെയ്യുന്ന സ്ഥിരം സാധനം തന്നെ. കഥ ഒട്ടും തന്നെ പോരാ. സെൽഫ് ട്രോളും റീൽസ് താരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഷാർജ ടു ഷാർജ സോങ് റീക്രിയേറ്റ് ചെയ്തു പോലും ആർക്കും വേണ്ട, ആരും അറിഞ്ഞിട്ട് പോലുമില്ല. ജയറാം അസാധ്യ ആക്ടർ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് കാണിക്കാനായി തന്നെ കുറച്ച് സീൻസ് കുത്തി കയറ്റിയിട്ടുണ്ട്. അത് പലതും സിറ്റുവേഷൻസിൻ്റെ റിയാലിറ്റി അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെ കാളിദാസ് ആക്ടറാണെന്ന് കാണിക്കാൻ എഴുതിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊന്നും തന്നെ അങ്ങേരെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല. മലയാളത്തിലേക്ക് ഇവർക്കൊരു റീ എൻട്രി എന്തായാലും ഈ സിനിമ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഷറഫുദ്ദീനൊക്കെ വരുന്നുണ്ട്. നായിക വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ ഫാമിലി പ്രേക്ഷകർക്ക് വർക്കാവുമായിരിക്കാം. നല്ലപോലെ സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നതിൽ വലിയ തെറ്റില്ല.